ഹലോ ഫ്രണ്ട്സ്, വാചകങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ ആ മാറ്റങ്ങൾ അതേപോലെ ഇംഗ്ലീഷിലും വരുത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ചില ഉദാഹരണങ്ങൾ നോക്കാം. എന്റെ കൂടെ വരൂ, അതെങ്ങനെയാണ്? പ്ലീസ് കം വിത്ത് മീ, അല്ലെ? പ്ലീസ് കം വിത്ത് മീ. എന്റെ കൂടെ വരാമോ? ക്യാൻ യു കം വിത്ത് മീ, ക്യാൻ യു കം വിത്ത് മീ. എന്റെ കൂടെ വരുമോ? വിൽ യു കം വിത്ത് മീ, വിൽ യു കം വിത്ത് മീ. നീ എന്റെ കൂടെ വരണം, നീ എന്റെ കൂടെ വരണം. യു ഷുഡ് കം വിത്ത് മീ, യു ഷുഡ് കം വിത്ത് മീ. നീ എന്റെ കൂടെ വരില്ലേ, നീ എന്റെ കൂടെ വരില്ലേ. വോണ്ട് യു കം വിത്ത് മീ, വോണ്ട് യു കം വിത്ത് മീ. വോണ്ട് വിൽ നോട്ട് എന്നതിന്റെ ഷോർട്ട് ഫോം ആണ്. നീ എന്റെ കൂടെ വരരുത്. യു ഷുഡിന്റ് കം വിത്ത് മീ. ഷുഡിന്റെ ഷുഡ് നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ്. യു ഷുഡിന്റ് കം വിത്ത് മീ. നിനക്ക് എന്റെ കൂടെ വരാം. യു ക്യാൻ കം വിത്ത് മീ, യു ക്യാൻ കം വിത്ത് മീ. ഞാൻ നിന്റെ കൂടെ വരണോ, ഞാൻ നിന്റെ കൂടെ വരണോ. ഷുഡ് ഐ കം വിത്ത് യു, ഷുഡ് ഐ കം വിത്ത് യു. ഞാൻ നിന്റെ കൂടെ വരണ്ടേ. നമ്മളോട് വരണ്ടാന്ന് പറഞ്ഞു, അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, ഞാൻ വരണ്ടേ, ഞാൻ നിന്റെ കൂടെ വരണ്ടേ. ഷുഡിന്റ് ഐ കം വിത്ത് യു, ഷുഡിന്റ് ഐ കം വിത്ത് യു. ഞാൻ നിന്റെ കൂടെ വരാം. ഐ ഷാൾ കം വിത്ത് യു, ഐ ഷാൾ കം വിത്ത് യു. ഞാൻ നിന്റെ കൂടെ വരും. നമ്മളോട് വരണ്ടാന്ന് പറഞ്ഞു, അപ്പൊ നമ്മൾ പറയാണ്, ഞാൻ നിന്റെ കൂടെ വരും. ഐ വിൽ കം വിത്ത് യു, ഐ വിൽ കം വിത്ത് യു. ഞാൻ നിന്റെ കൂടെ വന്നോട്ടെ. ഞാൻ നിന്റെ കൂടെ വന്നോട്ടെ. മേ ഐ കം വിത്ത് യു, മേ ഐ കം വിത്ത് യു. ഞാൻ നിന്റെ കൂടെ വരട്ടെ, ഞാൻ നിന്റെ കൂടെ വരട്ടെ. ഷാൽ ഐ കം വിത്ത് യു, ഷാൽ ഐ കം വിത്ത് യു. ഞാൻ നിന്റെ കൂടെ വരില്ല. ഐ വിൽ. കുറെ കൂട്ടുകാർ കുറെ നാളുകൾക്ക് ശേഷം കാണുകയാണ്. അപ്പോൾ ഒരാൾ പറയുകയാണ്, ആർക്കും ഒരു മാറ്റവും ഇല്ല എന്ന്. അതെങ്ങനെ പറയും നമ്മള്? ആർക്കും ഒരു മാറ്റവും ഇല്ല. നോ ചേഞ്ച് വിത്ത് എനിവൺ, നോ ചേഞ്ച് വിത്ത് എനിവൺ. ഇനി നിങ്ങൾ എല്ലാവരും കൂടി ഒരു ചായ കുടിച്ചു, അതിനുശേഷം കാശ് കൊടുക്കാൻ നേരത്തെ ആരുടെയും കയ്യിൽ ചില്ലറയില്ല. അപ്പോൾ കടക്കാരനോട് പറയാണ്, ആരുടെയും കയ്യിൽ ചില്ലറയില്ല, നാളെ തന്നാൽ മതി പോയത്. അതെങ്ങനെ പറയും? ആരുടെയും കയ്യിൽ ചില്ലറയില്ല. നോ ചേഞ്ച് വിത്ത് എനിവൺ. അതെങ്ങനെ ശരിയാവും? ആർക്കും ഒരു മാറ്റവുമില്ല എന്നല്ലേ നോ ചേഞ്ച് വിത്ത് എനിവൺ എന്ന് പറഞ്ഞാൽ അർത്ഥം. അതും ശരിയാണ്. കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ സന്ദർഭം അനുസരിച്ചാണ് അർത്ഥം. അതാണ് ഭാഷയുടെ ഒരു സൗന്ദര്യം. ഭാഷ കണക്ക് പോലെയല്ല. സന്ദർഭത്തിന് ചർച്ചയിൽ അർത്ഥം മാറാം, അല്ലെങ്കിൽ അർത്ഥം കൽപ്പിക്കാം. കുറെ നാളുകൾക്ക് ശേഷം കാണുമ്പോൾ നോ ചേഞ്ച് വിത്ത് എനിവൺ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആരുടെയും കയ്യിൽ ചില്ലറയില്ലെന്നല്ല, ആർക്കും ഒരു മാറ്റവുമില്ല എന്നാണ്. എന്നാൽ കാപ്പി കുടിച്ചിട്ട് അല്ലെങ്കിൽ ചായ കുടിച്ചിട്ട് നോ ചേഞ്ച് വിത്ത് എനിവൺ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആർക്കും ഒരു മാറ്റമില്ലെന്നല്ല, പിന്നെയോ ആരുടെയും കയ്യിൽ ചില്ലറയില്ല എന്നാണ്.